ആവേശത്തിന്റെ ചുവട് വെച്ച് ചക്കാബുക്ക് ദേശമാണ്. ഇപ്പോൾ ഗംഭീര പെരുപ്പിച്ചു. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഏറ്റവും വെറൈറ്റി വന്നത് ഇതിലാണ്. ജഡ്ജ്മെന്റ് ഏരിയ കഴിഞ്ഞോ? അപ്പൊ നമുക്കൊന്ന് ചൂട് വെച്ചാലോ? റിപ്പോർട്ടറിൽ തത്സമയം ചക്കാബുക്ക്. പുലി എന്താ കഴിക്കുന്നത്? കഴിക്കുന്നുണ്ട്. പുലി നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. കുഞ്ഞി പുലികൾ നമുക്കൊപ്പം ചൂട് വയ്ക്കുന്നു. കുഞ്ഞിപ്പുലി ചൂട് വയ്ക്കുന്നു. ഇതാ ഇപ്പോൾ എല്ലാ ടീമുകളുടെയും മത്സര ഇനം ആ മത്സര വിഭാഗം പൂർത്തിയാവുകയാണ്. ഇനിയിപ്പോൾ താളത്തിൽ ചുവട് വെച്ചുകൊണ്ടുള്ള സ്വരാജ് റൗണ്ടിനെ വലം വെച്ചുകൊണ്ടുള്ള ഈ പുലിമേളത്തിലേക്ക്, ആളുകളെ ആനന്ദിപ്പിക്കുന്ന പുലിമേളത്തിലേക്ക് കിടക്കുന്ന സമയമാണ്. നിരവധി ആളുകൾ ഈ പുലിക്കൂട്ടത്തെ കാണാനായി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന നമുക്ക് കാണാം. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു അവിടെ എല്ലാം നമ്മൾ കണ്ടത്. അലിയകൃഷ, എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ഈ 4 മണി തുടങ്ങിയതാണ് ഈ പുലിക്കൊപ്പം നടക്കാൻ, അല്ലേ? തുടക്കത്തിൽ നമ്മൾ ഈ വണ്ടിയിൽ പുലികളെ കൂട്ടിക്കൊണ്ടെന്നപ്പോഴേ ഇത്രയും ഗംഭീരമായിരിക്കും വിചാരിച്ചില്ല. റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പുലികളുടെ അടുത്ത പുലിക്കളിക്ക് അങ്ങോട്ട് പറഞ്ഞു പോവല്ലേ സാറേ, ഞാൻ പോകുന്നു ചോദിച്ചു വാങ്ങി എന്തായാലും വരും. അത്രയ്ക്ക് ഗംഭീരമാണ് പുലിക്കളി. ഒരിക്കലെങ്കിലും നമ്മൾ നേരിട്ട് വന്ന് കാണണം. കണ്ടാലേ അതിന്റെ ഒരു കൊഴുപ്പും പകിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത്രയധികം ആളുകളാണ്. ആബാലവൃദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കാണുകയാണല്ലേ. പ്രായ വ്യത്യാസമില്ല, രാഷ്ട്രീയ വ്യത്യാസമില്ല, എല്ലാവരും ചേർന്ന് ആഹ്ലാദിക്കുന്ന ഒരിടം. സത്യമായിട്ടും നമ്മൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തൃശ്ശൂർ വലിയ രാഷ്ട്രീയം ചർച്ചയെങ്കിൽ ഇവിടെ അതൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഈ പുലികളിക്കൊപ്പം നിൽക്കുകയാണ്. നേരത്തെ പുലികളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു രണ്ടാം പൂരമാക്കി മാറ്റിയിട്ടുണ്ട് ശരിക്കും ഈ പുലികളി. അല്ല, എല്ലാവരും ഗംഭീരമാക്കി. ഹാപ്പി അല്ലേ? ഇതവിടെ പുലിയൊക്കെ വെറൈറ്റി ആയിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ആർപ്പ് വിളിച്ചാലോ? എല്ലാവരും റെഡിയാണോ? അങ്ങനെ പുലിക്കളി അതിന്റെ ആവേശത്തിൽ കൊട്ടി തിമിർത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുലിക്കളിയുടെ ആവേശം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് നമുക്കൊപ്പം ഒരുപാട് പേര് സഹായിച്ചിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഇതാണ്. എന്നെ ഇവിടെ കാത്തു സൂക്ഷിച്ച് ഇതിലെ കൊണ്ടു നടന്ന ആൾ കൂടിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ശ്രമകരമായിരുന്നല്ലേ ഒരു തത്സമയ സംപ്രേഷണം? അത് 3 മണിക്കൂർ. അതെ, ഫുൾ ടൈം ഉണ്ടായിരുന്നു.
അപ്പോ ഭയങ്കര തിരക്കുവാണെങ്കിലും പുലിക്കളി ഒരിക്കലെങ്കിലും വന്ന് കാണണം. ഇവിടെ കുട്ടിപ്പുലികളും പെൺപുലികളും കരിമ്പുലികളും എല്ലാം ഉണ്ട്. ഒരു കുഞ്ഞുകൂടി വന്നിരിപ്പുണ്ട്. ആദ്യമായിട്ട് വന്ന് പേടിച്ച പുലിയൊക്കെ കണ്ടു. ഇഷ്ടപ്പെട്ടു. നല്ല ചിരിച്ചു കളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും ആഹ്ലാദത്തോടെ ആരവത്തോടെ ആഘോഷിക്കുന്ന പുലിക്കളി ഇവിടെ തുടരുകയാണ്.